ത്രിമധുരം ഗ്രൂപ്പിലെ ശ്രീലത ചേച്ചി ഒരു അനുഭവം അയച്ചിട്ടുണ്ട്. നമുക്ക് കേട്ടാലോ? എൻ്റെ പേര് ശ്രീലത എന്നാണ്. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ് കേട്ടോ. കുറച്ചായിട്ട് എല്ലാ മാസവും വരാറുണ്ട് ഗുരുവായൂർ നിർമ്മാല്യം തൊഴാൻ. എന്നാൽ ഇപ്രാവശ്യം ശ്രീജയന്തിക്ക് ഈ ദിവസം ഭഗവാന്റെ സദ്യ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്ന പാടെ ഭക്ഷണത്തിൻ്റെ ക്യൂവിലാണ് എത്തിപ്പെട്ടത്. 10:30 ഭക്ഷണം കഴിച്ചു. കുളത്തിൽ മുഖം കഴുകി ദർശന ക്യൂവിൽ കയറി. നാലമ്പലത്തിൽ കയറിയാൽ പോകാൻ വൈകുമെന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഭഗവതി അമ്പലത്തിൻ്റെ അടുക്കലുള്ള ക്യൂ വഴി കൊടിമര ചുവട്ടിൽ തിക്കിത്തിരക്കി എത്തി. തിക്കില് നാമജപം എഴുതിയ ബുക്കും മഞ്ഞപ്പൊട്ടും കദളിപ്പഴവും ഉണ്ടായിരുന്നു. അത് ഞാൻ സമർപ്പിച്ചു. ഉള്ളിൽ കയറാൻ പറ്റാത്ത സങ്കടത്തിൽ കുളത്തിലേക്ക് നോക്കി സങ്കടത്തോടെ മനസ്സിൽ പറഞ്ഞു, കണ്ണനെ കാണാനും പറ്റിയില്ല, എൻ്റെ ബുക്ക് വയ്ക്കാൻ കൈകൊണ്ട് കണ്ടിട്ടുണ്ടാവണേ ഭഗവാൻ എന്ന് മനസ്സ് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുകയാണ്. കുളത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്. അങ്ങനെയുണ്ട്, ആരോ പിടിച്ചു വലിച്ച പോലെ തോന്നി. നോക്കുമ്പോൾ ഒരു അമ്മയുടെ തോളിൽ ഒരു വയസ്സ് തോന്നിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. അതിൻ്റെ അച്ഛൻ പറഞ്ഞു അവൻ്റെ അമ്മയാണെന്ന് കരുതി പിടിച്ചതാണെന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല. ഞാൻ ചെന്ന് അവന് ഒരു ഉമ്മ കൊടുത്തു. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല കേട്ടോ. നടക്കാറായില്ലോ എന്ന് തോന്നുന്നു. അമ്മയും അച്ഛനും കൂടെയുണ്ട്. ഞാൻ നോക്കുമ്പോൾ അമ്മയുടെ തോളിൽ കിടന്ന് എന്നെ നോക്കുന്നു, കുഞ്ഞി കൈകൾ കാട്ടി നോക്കുന്നു. പിന്നെ ഉച്ചപൂജ അലങ്കാരം വന്നപ്പോഴാണ് കണ്ണൻ കുട്ടയിൽ കിടന്ന് കയ്യും കെട്ടി നോക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി കണ്ണൻ എന്നെ ആയിരിക്കില്ലേ, എൻ്റെ അടുത്ത് ആ കുട്ടിയായി വന്നത് കണ്ണൻ തന്നെ ആയിരിക്കില്ലേ. തിരിച്ചു പോകുമ്പോൾ കൂടെയുള്ള കുട്ടി വരുമ്പോൾ പറഞ്ഞു ഞാൻ പാൽപ്പായസം കഴിക്കാൻ വേണ്ടി വന്നതാണ്, അതിട്ട് കിട്ടിയതുമില്ല എന്ന്. തിരക്ക് കാരണം വാങ്ങാൻ കഴിഞ്ഞില്ല. പുറത്തിറങ്ങിയപ്പോൾ അതാ പായസ വിതരണം. അവൾ വയറ് നിറയെ പായസം കഴിച്ചു. അവളുടെ വല്യമ്മ പറഞ്ഞു നിന്റെ ആഗ്രഹം സാധിച്ചില്ലേ എന്ന്. കണ്ണനെ അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു കൊടുത്തു. അവർക്ക് മോരും വെള്ളം കുടിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ബസ്സിൽ കയറാൻ പോകുമ്പോൾ വഴിയിൽ ചേച്ചിമാരാണെങ്കിലും മോര് വിതരണം നടത്തുന്നു. അങ്ങനെ അതും കഴിച്ചു സന്തോഷത്തോടെ കൂടെ പോന്നു. സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ് ഗുരുവായൂരിൽ വന്നിട്ടുള്ള അയച്ചെന്ന്. എന്ത് രസമായിരുന്നു. ശ്രീലത ചേച്ചിക്ക് എന്തായാലും നന്ദി. മനോഹരമായിട്ടുള്ള അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ. ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. എല്ലാ മാസവും 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.